കായംകുളം MLA യു പ്രതിഭ BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണത്തിന് പിന്നാലെ അവരെ വേദിയിലിരുത്തിക്കൊണ്ട് മന്ത്രി സജി ചെറിയാൻ പിന്തുണയ്ക്കുകയാണ് ഞങ്ങൾ എന്നൊരു ധ്വനി ഉയർത്തിക്കൊണ്ട് ഒരു നിസ്സാരവൽക്കരണം നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുകവലിക്കുന്നതിൽ എന്താണ് കുഴപ്പം? MT വാസുദേവൻ നായർ പുകവലിക്കാറില്ലേ? ഞാനും ഇടയ്ക്ക് 2 പുക വലിക്കാറുണ്ട്. പക്ഷെ ഏത് പുകയെക്കുറിച്ചാണ് ഇതിൽ ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മന്ത്രിക്ക് അറിയാത്തതാണോ, അതോ മന്ത്രി അതിനെ നിസ്സാരവൽക്കരിക്കുകയാണോ? കഞ്ചാവൊക്കെ പിള്ളേരൊക്കെ വലിക്കണം എന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? ഇത് MT വാസുദേവൻ നായരെ പിടിച്ച് എന്തിനാണ് മന്ത്രി പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തത്, അദ്ദേഹം മരണപ്പെട്ടിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. സാംസ്കാരിക കേരളം അദ്ദേഹത്തിന് ഉചിതമായ യാത്രയയപ്പ് നൽകി. എല്ലാവരും ആ ഒരു ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം MT വാസുദേവൻ നായരെ പോലൊരു വലിയ മനുഷ്യനെ ഇതിലേക്ക് പിടിച്ചെടുത്തത്. എന്തിൻ്റെ പേരിലാണ്? അതായത് തകഴി പാലത്തിനടിയിൽ നിന്ന് ഒരു പറ്റം ചെറുപ്പക്കാരെ എക്സൈസ് സംഘം അവിടുത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് 90 ഗ്രാം കഞ്ചാവ് പിടിച്ചതായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ MLA-യുടെ മകനും ഉണ്ടായിരുന്നു. MLA-യുടെ മകൻ ആ സംഘത്തിലുണ്ടായിരുന്നു. അതെ, 9 പേരിൽ MLA-യുടെ മകനും ഉണ്ടായിരുന്നു, കനിവ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് 90 ഗ്രാം കഞ്ചാവും അതുപോലെ തന്നെ കഞ്ചാവ് അടങ്ങിയ കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും അതുപോലെ തന്നെ ഒരു കുപ്പി, പപ്പായത്തണ്ട്, പൊട്ടിച്ച ബോട്ടിൽ, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലും സാധനങ്ങളൊക്കെ, അല്ലാതെ ഈ വെറുതെ കുപ്പിവെള്ളം കുടിച്ചുള്ള ബോട്ടിലല്ല. അപ്പം MT വാസുദേവൻ നായർ ഒരുപാട് ഈ പറയുന്ന ബീഡി, സിഗരറ്റൊക്കെ വലിച്ച് തള്ളി എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. MT വാസുദേവൻ നായർ മാത്രമല്ല, പഴയകാലത്തെ എല്ലാ സാംസ്കാരിക നായകന്മാരും അതുപോലത്തെ ആളുകളൊക്കെ അത്യാവശ്യം വലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവരാരും കഞ്ചാവല്ല വലിച്ചിരുന്നത്. MT വാസുദേവൻ നായർ കഞ്ചാവ് വലിച്ചിട്ടാണോ ഈ പറഞ്ഞ പോലെ ഈ കഥകളൊക്കെ എഴുതിയതെന്നാണോ മന്ത്രി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സിഗരറ്റുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് പിടിച്ചിട്ടുണ്ടോ? ഇതൊന്നുമല്ല, പുക വലിച്ചതിനൊന്നുമല്ല അവരെ പിടിച്ചത് ഒന്ന് ലഹരി വസ്തു കൈവശം വെച്ചതിന്, രണ്ടാമത്തത് ലഹരി വസ്തു ഉപയോഗിച്ചതിന്. ഒരുപാട് തരം 1-2 തരം ലഹരി വസ്തുക്കളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 90 ഗ്രാം ഒരു ലഹരി പദാർത്ഥം പിടിച്ചതിൽ പിന്നീട് അത് 3 ഗ്രാം മാത്രമായിട്ട് കുറഞ്ഞു. അത് മായയായി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മന്ത്രി ഇതിൽ വലിയൊരു വിഡ്ഢിത്തം പറഞ്ഞിട്ടുണ്ട്. കാരണം മന്ത്രി പറഞ്ഞത്, ഇങ്ങനെ ഒരു പുക വലിച്ചത് കൊണ്ട് എന്തിനാണ് കുട്ടികളെ പിടിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർക്കുന്നത്? ജാമ്യമില്ലാത്ത വകുപ്പല്ല ചേർത്തത്. അതാണ് ഏത് കാര്യം ഈ പറയുന്ന 100 ഗ്രാമിൽ കൂടുതൽ പിടിച്ചാൽ മാത്രമാണ് ജാമ്യമില്ലാത്ത വകുപ്പോ മറ്റ് ക്രിമിനൽ നടപടി, അതായത് ക്രിമിനൽ നടപടി എന്ന് ഞാൻ പറയുന്നത് ശിക്ഷ കിട്ടാൻ, അതായത് ജയിൽ ശിക്ഷ, തടവ് ശിക്ഷ കിട്ടാനുള്ള വകുപ്പുള്ളൂ. അല്ലാത്തതെല്ലാം പിഴയടച്ച് നമുക്ക് ഒഴിവാകാം. ആദ്യത്തെ 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് വരുന്നെങ്കിൽ മാത്രമാണ് കോടതി പ്രത്യേക നിയമപ്രകാരം നടപടി എടുക്കുള്ളൂ. 1 കിലോ ലഹരി വസ്തുവിന് താഴെയാണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നത്. അപ്പം അതിന് ഈ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പില്ല. 100 ഗ്രാമിൽ കൂടുതൽ പിടിച്ചാൽ തടവ് ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഗൗതം പറഞ്ഞതുപോലെ 1 കിലോ ലഹരി പദാർത്ഥം പിടിച്ചാൽ അതിൻ്റെ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാം. അതുപോലെ തന്നെ 100 ഗ്രാമിൽ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുമാണിത്. അപ്പോൾ അതിന് പുറകിലാണ്, അത് താഴോട്ടാണ് പിടിച്ചത്. അതുപോലെ തന്നെ ഈ കുറ്റപത്രം അല്ലെങ്കിൽ ഈ പറയുന്നവർ തയ്യാറാക്കിയ FIR റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, അതിൽ ജാമ്യമില്ലാത്ത വകുപ്പ് എവിടെയും ചേർത്തിട്ടില്ല. അങ്ങനെ ഒരു വകുപ്പേ അവർ കൊടുത്തിട്ടുമില്ല. പിന്നെ ഇവിടെ നിന്നാണ് മന്ത്രിക്ക് ഇത്തരത്തിലൊരു വിവരം കിട്ടിയത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ FIR ഒക്കെ വായിച്ചു. ഏത് FIR-ആണ് വായിച്ചത്? വേറെ ആരെങ്കിലും FIR എടുത്ത് കൊടുത്ത് മന്ത്രി അവർ പറ്റിച്ചോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മന്ത്രിയാണ്, എല്ലാം അറിയുന്ന ആളാണല്ലോ. ഈ പറയുന്നതിൽ 1 കിലോയിൽ കൂടുതലൊക്കെ സാധനം പിടിച്ചിട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ഇടണമെന്ന് എക്സൈസ് തീരുമാനിച്ചപ്പോൾ വിളിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ ഇത്രയും കുറച്ച് കാണിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് ഇടണം എന്നങ്ങാൻ വിളിച്ച് പറഞ്ഞതാണോ എന്ന് പോലും സംശയിക്കേണ്ട വിധത്തിലേക്ക് മന്ത്രിയുടെ പ്രസ്താവന പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ മന്ത്രിക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാതെയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ ഇങ്ങനെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മന്ത്രിമാരാണ്, നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു വിവരവും ഇല്ലാത്ത രീതിയിൽ ഇവർ സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോൾ CPM നേതാക്കളൊക്കെ ഇപ്പോൾ ഈ മന്ത്രി ഇദ്ദേഹമടക്കം സജി ചെറിയാനടക്കം നേരത്തെ പല വിവാദപരമായിട്ടുള്ള പ്രസ്താവനയുടെ പുറത്ത് വെട്ടിലായിട്ടുണ്ട്. രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഭരണഘടനയെ
മോശമായ രീതിയിൽ അപകീർത്തിപരമായിട്ട് പരാമർശത്തിന്റെ പേരിൽ വെക്കേണ്ടി വന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ വിജയരാഘവനാണ് ഇത്തരം രീതിയിൽ വളരെ ഈ നമ്മുടെ കോമഡി പീസാകുന്ന തിരുവനന്തപുരത്ത് പാളയം സമ്മേളനത്തിൽ റോഡ് കെട്ടിയതുമായി ബന്ധപ്പെട്ട് എന്താ റോഡ് കെട്ടിക്കൂടെ എന്നൊക്കെയാണ് വിജയരാഘവൻ ചോദിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മണിയാശാനുണ്ട്. ഇവരൊക്കെ ഒരു എന്താണ് വിവാദ പുരുഷന്മാരാണ് യഥാർത്ഥത്തിൽ CPM-നകത്തെ. ഈ വിവരക്കേട് പറയുന്ന ആളുകളെല്ലാം വിവാദ പുരുഷന്മാരാണല്ലേ. അത് ഈ ഗൗതം പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഞാനൊരു കമന്റ് കണ്ടതാണ്. അതായത് പുക വലിച്ചുകൂടെ ഇവിടെ, ഞാനും പുക വലിക്കാറുണ്ട്, MT പുക വലിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അടിയിൽ ഒരാൾ എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെള്ളമടിക്കാൻ യാതൊരുവിധ എന്താണ് പ്രശ്നവുമില്ല. അതായത് സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ വെള്ളം, മദ്യം വിതരണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ നിയമ പ്രശ്നങ്ങളൊന്നും ഈ രാജ്യത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് പഴങ്ങളൊക്കെ വെട്ടി നുറുക്കി ഈ പറയുന്ന ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വാറ്റിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ വെള്ളം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വന്ന് പിടിക്കുന്നത് എന്ന് ഒരു കമൻറ്റിൽ ഒരാൾ എഴുതിയതായിട്ട് ഞാൻ കണ്ടു. സത്യമല്ലേ? മന്ത്രി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ എന്താണ് പ്രശ്നം? അവിടെ നിന്ന് വാറ്റി കുടിക്കുന്നതിന് എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു വിഷയവുമില്ല. ഇത് ആരെയാണ് ഇവരിങ്ങനെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണ് ഇവരുടെ ധാരണ. കാരണം ഇവരുടെ പാർട്ടി നിലപാടത്തിൽ നിന്ന് പാർട്ടിയിലെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പറ്റിക്കല്ലേ. അങ്ങനെ ഒരു അടിമവൽക്കരണമുണ്ട്. ആ അടിമവൽക്കരണം തന്നെ ജനങ്ങളുടെ നേർക്കും എടുത്ത് പ്രയോഗിക്കുകയാണ് ഇവർ. ഇത് കാലം മാറി എന്നുള്ളവർ മനസ്സിലാക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഇതുവരെ പുകവലി വലിച്ചിട്ടില്ല. അദ്ദേഹം പുകവലിക്കാത്ത ഒരാളാണ്, മദ്യപിക്കാത്ത ഒരാളൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ ഒരുപാട് സഖാക്കന്മാര് ഇത്തരം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒരു മുതലാളിത്ത പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന വസ്തുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് ജീവിതം മുൻപോട്ട് നയിക്കുന്ന, ലളിത ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ഒരുപാട് സഹാക്കന്മാരുടെ ഉദാഹരണവും നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഇപ്പം സീതാറാം യെച്ചൂരിയൊക്കെ നിരന്തരം ഇങ്ങനെ ബീഡിയും സിഗരറ്റും വലിച്ചുകൊണ്ടേയിരുന്ന ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മരണപ്പെടുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഈ സിഗരറ്റ് വലിയുടെ ഇപ്പം ഇവിടെ പുകവലിയുടെ ആണുള്ള വിഷയം. സിഗരറ്റ് വലിയുടെ പുറത്ത് അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ പുറത്ത് ഇതിനെയൊക്കെ വലിയ രീതിയിൽ എന്തോ മഹത്വവൽക്കരിക്കുകയാണ് ഇവിടെ മന്ത്രി ചെയ്യുന്നത്. കുട്ടികളായാൽ അത്യാവശ്യം സിഗരറ്റ് വലിക്കും. ഈ MT വാസുദേവൻ നായർക്ക് ആരോഗ്യ പ്രശ്നം സംഭവിച്ചത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ? അപ്പൊ MTയെ പോലുള്ള എഴുത്തുകാര്, അതോടൊപ്പം തന്നെ മറ്റ് ലോഹിതദാസ് ആയിക്കോട്ടെ, ഭരതനായിക്കോട്ടെ, പത്മരാജനായിക്കോട്ടെ, അങ്ങനെയുള്ള പല പല വിശിഷ്ടമായിട്ടുള്ള എഴുത്തുകാരും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ശരീരം ഇല്ലാതായി പ്രതിഭ നശിപ്പിച്ച് വളരെ പെട്ടെന്ന് മരണപ്പെട്ട് പോകേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രി ഉദ്ഘോഷിക്കേണ്ടത്. അതിന് പകരം ഈ പുകവലിക്കുന്നതൊക്കെ എന്തെങ്കിലും നിസാരമായിട്ട് കലാഭവൻ മണി. അതെ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ പുകവലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലഹരി സർക്കാർ ഒരു ഭാഗത്ത് നിന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കോടാനുകൂടി ഫണ്ട് മാറ്റിവെക്കുക, അത് നടക്കുന്നുണ്ടോ എന്നുള്ള വേറെ കാര്യം. എക്സൈസ് പോയി ക്ലാസ് എടുക്കുക, കുട്ടികളെയൊക്കെ ഉപദേശിക്കുക, എന്നിട്ട് മറുഭാഗത്തുനിന്ന് മന്ത്രി പറയുക കുട്ടികളാകുമ്പോൾ രണ്ടൊക്കെ വലിച്ചെന്നൊക്കെ ഇരിക്കും. ഞാനും വലിക്കാറുണ്ട്. MT വാസുദേവൻ നായർ വലിക്കാറില്ലേ? MT വാസുദേവൻ നായർ ഞാൻ പറഞ്ഞത് വീണ്ടും ഈ MT ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമണ്ട അടിച്ച് പൊളിച്ചതിനാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ളത് വിളിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഉപമിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്താണ് യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പോൾ അവസാനം അദ്ദേഹം പറയുന്നത് കേട്ടു, ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ അമ്മയ്ക്ക് എത്രമാത്രം പ്രശ്നമുണ്ടാകും, ഇത് കേട്ടിട്ട് ആ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടിപിടി കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഏത് കേസായിക്കോട്ടെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഒക്കെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ CBI തന്നെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ കുടുംബം എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് കരുതിയിട്ട് അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയുമോ? ഇതെന്ത് ന്യായമാണിത്? ഇത് വല്ലാത്തൊരു ന്യായമല്ലേ? അങ്ങനെയാണെങ്കിൽ പോട്ടെ, ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷി എത്ര ആളുകളെ ഈ പറയുന്ന സൈബർ അടിമകളെ കൊണ്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് പിന്നെ എന്താണ് അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേരാത്ത വിധത്തിൽ പല നുണക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന്റെ എന്തെങ്കിലും കാര്യം ഇവർ അന്വേഷിക്കാറുണ്ടായിരുന്നു? ആദ്യം ഇവർ പഠിപ്പിക്കേണ്ടത് ഈ സൈബർ അടിമകളല്ലേ? ഈ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ എന്ത് സംസ്കാരമാണ് ഇത്തരം പൊതുവേദിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് വളരെ കഷ്ടകരമായിട്ടുള്ള. അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ താൻ ഒരു സാംസ്കാരിക മന്ത്രിയായി ഇരിക്കാൻ യാതൊരു തരത്തിലുമുള്ള യോഗ്യതയും ഇല്ലാത്ത ഒരാളാണെന്ന് തൻ്റെ വാക്കുകളിലൂടെ ഈ മന്ത്രി തെളിയിക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും.